ആനച്ചാൽ ആമക്കണ്ടം മേരിലാൻഡ് എല്ലക്കല്ല് റോഡ് നിർമ്മാണം മുടങ്ങിയതോടെ നാട്ടുകാർ ദുരിതത്തിൽ. റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ മേരിലാൻഡിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആനച്ചാൽ ആമക്കണ്ടം മേരിലാൻഡ് എല്ലക്കല്ല് റോഡ് നിർമ്മാണം മുടങ്ങിയതോടെ നാട്ടുകാർ ദുരിതത്തിലായി. 8 വർഷം മുമ്പാണ് ഈ റോഡിന്റെ നിർമ്മാണത്തിന് 5 കോടിയിലധികം രൂപ അനുവദിച്ചത്. 1.5 വർഷം മുമ്പ് സ്വകാര്യ കമ്പനി നിർമ്മാണ കരാർ ഏറ്റെടുത്തു. 3 മാസത്തെ പണികൾക്ക് ശേഷം കരാറുകാർ ഉപേക്ഷിച്ചു പോയതോടെ റോഡിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി മാറി. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ റോഡിലെ വലിയ കുഴികൾ അടച്ച് ഗതാഗത യോഗ്യമാക്കി. എന്നാൽ കഴിഞ്ഞ മഴക്കാലത്ത് റോഡിൽ ചെളി നിറഞ്ഞ കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയായി മാറി. പൊതുവെ യാത്രാ സൗകര്യം കുറവുള്ള ഈ മേഖലയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ആനച്ചാൽ കുഞ്ചിത്തണ്ണി മേഖലകളിലേക്ക് പോകുന്നതിനായി ആശ്രയിക്കുന്ന ഏക റോഡാണിത്. ഈ മേരിലാൻഡ് മടമ്പഴി റോഡിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഓട്ടം ഉള്ളത്. ഞാൻ എല്ലക്കല്ലിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ വണ്ടി ഓടിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഈ കുമ്മണിക്കുന്ന് മുതൽ മടങ്ങാവല വരെ റോഡുകൾ മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്. കാലങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കുന്നതാണ്. ഞങ്ങൾ ഇതിലെ വണ്ടി ഓടിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങോട്ട് ആരും കയറി വരാറില്ല. ഇപ്പോൾ ഒരു മെഡിക്കൽ വിളിച്ചതിൻ്റെ പേര് മാത്രം വന്നതാണ്. അല്ലാതെ ഇവിടെ വണ്ടി ഓടിക്കും പലരും റോഡ് പണി ഇട്ടിട്ട് പോയ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാലും എത്രയും പിടിയുന്ന തന്നെ അത് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ഭയങ്കര പണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് വശം എല്ലാം പോയി, സ്പ്രിങ്ങും എല്ലാം പോയി. ഈ കഴിഞ്ഞ ദിവസം തന്നെ 14,000 രൂപ മുടക്കിയാണ് വണ്ടി പണിതിറക്കിയേക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാൽ ഇങ്ങോട്ട് കയറി വരാറില്ല. ഞങ്ങൾ ഇപ്പം ആശുപത്രി കേസ് ഉണ്ടെങ്കിൽ മാത്രം കയറി വരുന്നൊരു കാലം മാറിയിരിക്കുകയാണ്. മഴക്കാലം കഴിഞ്ഞപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിൽ വൻകർത്തങ്ങൾ രൂപപ്പെട്ടു. എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പൊതുജനങ്ങളോട് എന്തുകൊണ്ട് ഈ കരാറുകാരൻ ഇത് ഉപേക്ഷിച്ച് പോയി എന്ന് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് ഏറ്റെടുത്ത് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരതിന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയുവാനുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, ഈ സമരപരിപാടികൾ ഇവിടെ തുടക്കം മാത്രമാണ്. ഇപ്പം രാവിലെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് ഒരു ബഹുജന സമരം തന്നെയാണ് ഞങ്ങളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ ടെൻഡർ ആകുമെന്ന് ആണ് ഇവിടുന്ന് അറിയുവാൻ സാധിക്കുന്നത്. പല മേഖലയിൽ പറയുന്നുണ്ട്. പക്ഷേ വാക്കാലുള്ളൊരു പറച്ചിൽ മാത്രമാണ്. ആ നടപടി പൂർത്തിയായില്ല എങ്കിൽ ജനുവരി മാസം മുതൽ ശക്തമായ സമരപരിപാടികളുമായി ഈ പ്രദേശവാസികൾ ഒന്നടങ്കം തെരുവിലിറങ്ങുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. രാജാക്കാട്, കുഞ്ചിത്തണ്ണി, പൊട്ടൻകാട്, കൊമ്മുംപാറ, അടിമാലി മേഖലയിലെ വിവിധ സ്കൂളുകളിലെ ബസ്സുകൾ 9 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് മേരിലാൻഡ് ആമക്കണ്ടം ഭാഗത്ത് എത്തുന്നത്. ഈ വർഷം റോഡിന്റെ പണികൾ പുനരാരംഭിച്ചില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇക്കാര്യത്തിൽ പ്രദേശവാസികൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് തോമസ്, സജി പൂത്രക്കുഴി, ടെന്നിസൺ എബ്രഹാം, ശോഭ കുഞ്ഞുമോൻ, ടി.ജി. സോമൻ, വി.ജെ. ഷാജി, സാബു കുന്നുംപുറത്ത്, ജോബി കുമ്മണി, പി.ആർ. സുകുമാരൻ തുടങ്ങിയവർ ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.